ഗോത്ര സംസ്കാരത്തിൻ്റെ അവശേഷിപ്പാണ് ഓണം. മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു തമ്പുരാൻ്റെ ഓർമ്മ. മനുഷ്യ നന്മയ്ക്കായി പ്രചോദനങ്ങളാവട്ടെ ഓരോ ഓണവും. ഈ ഓണം ഓൺലൈനിലൂടെ ഷൊർണൂർ നഗരസഭ നടത്തുന്ന സേഫസ്റ്റ് ഓണത്തിൻ്റെ 8ാം ദിവസമാണിന്ന്. ഈ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യുന്നത് റോട്ടറി ക്ലബിൻ്റെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ അരീന്ദ്രൻ അവറുകളാണ്. ഈ ചടങ്ങിന് അധ്യക്ഷത നിർവഹിക്കുന്നത് ഷൊർണൂർ നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ KM ലക്ഷ്മണൻ. നമുക്ക് ഇരുവരെയും സ്വാഗതം ചെയ്യാം. ഷൊർണൂർ നഗരസഭ ഓണാഘോഷം 2021 ഓൺലൈനിലൂടെ ഈ ഓണം സേഫസ്റ്റ് എന്ന പരിപാടിയിലൂടെ ആഘോഷിക്കുകയാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ ഈ പരിപാടികളെല്ലാം മുനിസിപ്പൽ ഇമെയിൽ അഡ്രസ്സിലും യൂട്യൂബിലുമാണ് സംപ്രേഷണം ചെയ്യുന്നത്. ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് റോട്ടറി ക്ലബ് സെക്രട്ടറി ഹരീന്ദ്രനാണ്. അവരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഷൊർണൂർ റോട്ടറി ക്ലബിൻ്റെ ഓണാശംസകൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. നമുക്കറിയാം, കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന പഴമൊഴി ഏറ്റവും അന്വർത്ഥമാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകം മുഴുവൻ ഒരു മഹാമാരിക്കെതിരെ പൊരുതുകയും നമ്മുടെ സ്വാഭാവിക ജീവിതത്തെ ഒന്നാകെ അത് ബാധിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. സ്വാഭാവികമായും നമ്മുടെ കൂട്ടായ്മകൾ മുഴുവൻ ലഘൂകരിക്കപ്പെട്ടിരിക്കുന്നു. കൂട്ടായ്മകൾക്ക് സാധ്യമായ ഒരു കാലഘട്ടമല്ല. ആ ഒരു കാലഘട്ടത്തിലാണ് ഷൊർണൂർ നഗരസഭ നടത്തുന്ന ഈ ഓണം അഥവാ സേഫ് ഓണം എന്ന ഒരു പരിപാടി ഇന്നിവിടെ നടക്കുന്നത്. ഈ പരിപാടിക്ക് ആദ്യമേ തന്നെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. 2 വർഷത്തിലേറെയായി കേരളത്തിലെ മുഴുവൻ കലാകാരന്മാരും തന്നെ പൊതുരംഗത്തേക്ക് വരാൻ സാധിക്കാത്തൊരു കാലഘട്ടമാണ് കടന്നു പോകുന്നത്. ഈ കാലഘട്ടത്തിൽ ഇത്തരം പരിപാടികളിലൂടെയെങ്കിലും അവർക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും അതുപോലെ തന്നെ വേദികൾ ലഭ്യമാക്കുന്നതിനും ഷൊർണൂർ നഗരസഭ എടുത്ത ഈ തീരുമാനത്തെ ഞാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഷൊർണൂർ നഗരസഭയും ഷൊർണൂർ റോട്ടറിയും എന്നും തോളോട് തോൾ ചേർന്നാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഒട്ടനവധി കാര്യങ്ങളിൽ കലാകാരന്മാരെ ആദരിക്കുന്നതിലുൾപ്പെടെ ഷൊർണൂർ റോട്ടറി നഗരസഭയുമായി ചേർന്നുകൊണ്ട് ഒരുപാട് പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സവിശേഷമായ കാലഘട്ടത്തിൽ ഈ ഓണത്തിന് ഷൊർണൂർ റോട്ടറിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനവും ഷൊർണൂർ റോട്ടറി ക്ലബിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നിർവഹിച്ചതായി അറിയിക്കുന്നു. എല്ലാവിധ ആശംസകളും. കേരളത്തിൻ്റെ നവോത്ഥാനം അത് പൂർത്തീകരിച്ചത് ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും വാഗ്ഭടാനന്ദനും EMS AKGയും തുടങ്ങിയ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളും മാത്രമല്ല, നാടകം വഹിച്ച പങ്ക് വലുതാണ്. ഈ സന്ധ്യയിൽ ജനപേരി അവതരിപ്പിക്കുന്ന കുറച്ച് നാടകങ്ങളാണ്. നിങ്ങൾക്ക് പന്ത് കളി അറിയോ? ഫുട്ബോളേ? എങ്കിൽ വാ, ഇനി നമുക്ക് ഒരു പ്ലെയറെ കാണാം. അവൻ പറയും കളിച്ച് ജയിച്ചു വളർന്നതിൻ്റെ കഥ. തലക്കാരില്ല. നിങ്ങൾ എന്റെ കളി കാണാൻ വേണ്ടി വന്നാ? ആദ്യം പറയണ്ടേ?
നിങ്ങൾക്കൊക്കെ ഇപ്പൊ എന്ത് സുഖ ഒരു കളി കാണണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാ ഇവിടെ ഒന്നിങ്ങോട്ട് ഇരുന്നാൽ ഞങ്ങളൊക്കെ എങ്ങനെയാ ചെറുപ്പത്തിൽ കളി കണ്ടിരുന്നറിയോ? ഞങ്ങളുടെ അവിടെ മാധവേട്ടൻ പറഞ്ഞൊരു ഏട്ടണ്ട്. മൂപ്പരുടെ ബാഗ് കമ്പനിയിൽ മാത്രമാണ് ആകെയുള്ള ഒരു ടി വി ഉള്ളത്. ഈ വേൾഡ് കപ്പ് ഒക്കെ ആകുമ്പോൾ അവിടുത്തെ എല്ലാ ചെക്കന്മാരും കൂടി അവിടെ വരും. ഭയങ്കര രസമാണ്. നമ്മുടെ ഈ മൊട്ടറോണാളിന്റെ കളിച്ചിരുന്നു ആ സമയത്ത് മൂപ്പരൊരു ഗോളൊക്കെ ഉണ്ടാട്ടിച്ച എന്താ രസം ചെയ്തിട്ട് ആ റൂം ഒന്നാലിട്ട് ആർത്തേരം പോവും. ആൾക്കാരൊക്കെ ചാടി തുള്ളി ഇങ്ങിട്ട് ഇളകി മാറും. അത് കാണുമ്പോ എനിക്കും തോന്നും എനിക്കും ഒരു ദിവസം ഇതേപോലത്തെ ഒരു കളിക്കാരനാണ്. ഞാൻ ഗോളടിക്കുമ്പോഴും ഇതേപോലെ ആൾക്കാരെ ആർത്തേരം പെടും. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്നും കളി നടക്കുന്ന ഗ്രൗണ്ടിൽ പോവാറ്. നമ്മുടെ സതീശേട്ടൻ കോച്ചായിട്ടുള്ള ഗ്രൗണ്ടിൽ അവിടെ തന്നെ ഞാൻ എന്നും മൂപ്പരൊക്കെ പറയും, ഏട്ടാ ഇനിയും കൂടെ ഒന്ന് കളിക്കാൻ പറ്റും, എനിക്കും കളിക്കാൻ നല്ല ഇഷ്ടമാണ്. ഒന്ന് പോടാ അവിടുന്ന് ചെള്ളു ചെക്ക, ഒന്ന് കളിക്കാൻ വന്നിരിക്കണം. നിനക്ക് കളിക്കാനുള്ള സ്ഥലം അത് കുറച്ചും കൂടെ ഒന്ന് മൂക്കട്ടെ കേട്ടോ, എന്നിട്ട് ആലോചിക്കാം നമുക്ക്. ഇതൊക്കെ പറഞ്ഞാലും ഞാൻ പോവും എല്ലാ ദിവസവും. കളിക്കാൻ കൂട്ടിയില്ലെങ്കിൽ എന്താ, ഞാൻ പന്തെടുത്ത് കൊടുക്കും. ഏട്ടന്മാരുടെ ഒപ്പം വാമപ്പിക്കും. അങ്ങനെ 1 കൊല്ലം പോയി, 2 കൊല്ലം പോയി, 3 കൊല്ലം പോയി. പിന്നെ ഒരു ദിവസം സതീശേട്ടനെ വിളിച്ചു, ഡാ നീടാ നീ മറ്റന്നാളെ കളിക്കുന്ന കളിയിലിറങ്ങി. അല്ല നിന്റെ കയ്യിൽ ബൂട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ? അവസാനം ആ സമയത്ത് കണകുണ വർത്താനം പറയാൻ നിൽക്കരുത്, മനസ്സിലായല്ലോ? ആ എൻ്റെ അടുത്ത് ബൂട്ടൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല, ബൂട്ടൊക്കെ സെറ്റ് ചെയ്യാം. പക്ഷെ അത് പറഞ്ഞതിൻ്റെ ഇഷ്ടം ഞാൻ ആലോചിച്ചു. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇടുന്ന ബൂട്ട് ഇനിയിപ്പോൾ മേടിക്കാന്ന് വിചാരിച്ചാണ് എൻ്റെ അടുത്ത് 5 പൈസ ഇല്ല. ഇനിയിപ്പോൾ ഞാൻ ആരോടെങ്കിലും ചോദിക്കാന്ന് വിചാരിച്ചു, ആരോട്ട് തരൂല. ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ബൂട്ട് ഞാൻ ആദ്യം കാണാൻ വീടിൻ്റെ വരയിൽ ഇപ്പൊ നാളെയാണ് കളി. ഞാൻ അയൽവാസിത്തെ ഏട്ടന്മാരെയും എൻ്റെ സ്കൂളിലത്തെ കൂട്ടുകാരെയും FC-ത്തെ ചെക്കന്മാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അവരുടെ മുന്നിലിട്ട് ഗോളടിക്കും. എന്നിട്ട് അവരെ കാണാൻ അവരുടെ മുന്നിൽ കൂടെ ഓടിച്ചെന്നിട്ട് ഇങ്ങനെ നിൽക്കണം. അത് ചെയ്യണം. കുറെ ആയിട്ട് ഇതാക്കുന്നത്. അങ്ങനെയൊക്കെ ആലോചിച്ച് അന്ന് ഞാൻ എപ്പോഴാണ് ഉറങ്ങിയിരുന്നെന്ന് എനിക്കറിയില്ല. എടാ സൂര്യ, നിനക്ക് എവിടെ നാടായി ബൂട്ട്? നീയല്ല അച്ഛൻ്റെ പേഴ്സിന് പൈസ എടുത്ത്? ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞാണ് ഇവനിപ്പോ ആയിട്ട് ഒരുമാതിരി വൃത്തിയായിട്ട സ്വഭാവം ഉണ്ടെന്ന്. നിങ്ങൾ എന്തേ നോക്കി നിൽക്കണേ? കൊടുക്കാന്ന് അച്ഛൻ വലിയൊരു വെടിയായിട്ട് വന്ന് കുതിരത്തെ എൻ്റെ കാലൊക്കെ പൊട്ടി ചോര ഒലിക്കണ. പക്ഷെ അതൊന്നും എനിക്ക് വാങ്ങിച്ചു. പക്ഷെ അന്ന് ജീവിതത്തിൽ ആദ്യം ചെന്നെ കള്ളാന്ന് വെച്ചു. ഞാൻ ഒന്നും മിണ്ടാതെ തല താഴെ ഗ്രൗണ്ടിൽ എത്താറായപ്പോഴേക്കും എന്റെ മനസ്സിൽ നിന്നൊക്കെ പോയിട്ട് ഞാൻ പിന്നെ ഫുള്ള് പന്തൊക്കെ എടുത്ത് അത് വെച്ച്
ജേഴ്സി ഒക്കെ ഇട്ട് അതിന് ചുറ്റും നിന്ന് പ്രാർത്ഥിച്ച് അന്ന് ഞാനാണ് ഗ്രൗണ്ടിക്ക് ആദ്യമായിട്ട് പന്തൊക്കെ ഇട്ട് ഞങ്ങളിങ്ങനെ വാർമപ്പൊക്കെ ചെയ്യുമ്പോൾ അപ്പുറത്തുനിന്നൊക്കെ സൂരജ് എന്ന് വിളി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. പക്ഷെ ആദ്യം തന്നെ അവർ പറഞ്ഞായിരുന്നു ഫസ്റ്റ് 11 ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ സബ്ബിൽ കയറിയിരുന്നു. പിന്നെ അങ്ങനെ ഒന്നാമത്തെ കളി കഴിഞ്ഞു, രണ്ടാമത്തെ കളി കഴിഞ്ഞു. പക്ഷെ അത് ആദ്യം അവർ പറഞ്ഞിരുന്നു കേട്ടോ, ആദ്യത്തെ 2 കളിയിലൊന്നും കളിക്കാൻ പറ്റില്ല. പക്ഷേ മൂന്നാമത്തെ കളിയും കൂടെ കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു പേര് കളിക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ആ കളിയിൽ ജയിച്ചു, ഞങ്ങൾ ഫൈനലിലെത്തി. അങ്ങനെ ഫൈനലിൻ്റെ ആദ്യത്തെ 10 മിനിറ്റ് കഴിഞ്ഞു, 20 മിനിറ്റ് കഴിഞ്ഞു, ഹാഫ് ടൈം ഇതുവരെ ഇറങ്ങാൻ പറ്റിയില്ല. അന്ന് ഞാൻ സത്യമായി മനസ്സ് തട്ടി വിചാരിച്ചു, ആരെങ്കിലും ഒന്ന് വീണിരുന്നു, ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടിയിരുന്നു, അല്ലെങ്കിൽ എനിക്ക് കളിക്കാറില്ല. ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ്. രാഹുലേട്ട ആകെ വീണ് ബൂട്ടൊക്കെ പൊളിഞ്ഞ് സതീശാരിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഏട്ടാ ബൂട്ടൊക്കെ ആകെ പൊളിഞ്ഞു, ഇനിയിപ്പോൾ എന്താ ചെയ്യാം? അപ്പോൾ സതീശാരൻ പറഞ്ഞു, എടാ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സൂരജ് നീ നിന്റെ ബൂട്ട് കൊടുക്കും. ബൂട്ട് കൊടുക്കുക, എനിക്ക് കളിക്കാൻ തരും. എടാ ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാലേ ഒരു ടീം പ്ലേ ആണ്, അല്ലാണ്ട് നിനക്ക് ഒറ്റയ്ക്ക് കളിക്കാനുള്ളതല്ല, മനസ്സിലായോ? ഒരു ടീം പ്ലെയറിന് ഇപ്പോൾ അഥവാ ബൂട്ടോ ജേഴ്സി വേണ്ടി വന്നാൽ അത് ഊരി കൊടുക്കണം. അവൻ കയറുമ്പോൾ തിരിച്ചിട്ട് മേടിച്ചാൽ പോരെ, കൊടുക്കാതെ. അപ്പോഴാണ് അവിടെ ചെറിയൊരു ഉന്തും തള്ളുണ്ടായത്. അതിൽ പെട്ടിട്ട് ഞങ്ങളുടെ ഗോളിയായിട്ടിൻ്റെ ജേഴ്സി ഇവിടുന്ന് ഇങ്ങോട്ട് കയറി മൂപ്പരും സതീശാരിൻ്റെ അടുത്തേക്ക് ഓടിയാണ്. ജേഴ്സി ഒക്കെ എങ്ങനെയായിട്ടാ കൊടുക്കുക? എനിക്കും കളിക്കാൻ പറ്റും. അങ്ങനെ ആ കളി ഞങ്ങൾ ജയിച്ചു. അവർ വിജയിച്ച് സന്തോഷത്തോടുകൂടെ ആർത്ത് വിളിച്ച് ജാഥയായി പോണത് നോക്കി. എൻ്റെ അടുത്തേക്ക് വന്ന സതീശേട്ടനോട് ഞാൻ ചോദിച്ചു, ഏട്ടാ എന്നെ കളിപ്പിക്കാന്ന് പറഞ്ഞിരുന്നല്ലേ, ഒരു മിനിറ്റെങ്കിലും എന്നെ ഇറക്കായിരുന്നില്ല. സതീശേട്ടൻ വന്നു, എടാ പറയാൻ ചക്ക, നീ എന്താ വിചാരിച്ച് നിന്നെ അവിടെ കളിപ്പിക്കുന്നു? നിന്നെ പോലുള്ളവർക്കൊന്നും പറഞ്ഞിട്ടില്ലല്ലടാ ഫുട്ബോള്. നിങ്ങൾക്ക് മണം ഇഷ്ടമാണോ? നല്ല മണോ അതോ കെട്ട മണോ? എങ്കിൽ പിന്നെ ചാണകത്തിന്റെ മണമായാലോ? അപ്പൊ പിന്നെ എന്തായാലും പശുവിനെ ഇഷ്ടാവും. അല്ലേലും പശുവിന്റെ പാല് കുടിക്കണങ്ങൾക്ക് ചാണകം എന്തായാലും ഇഷ്ടപ്പെടണല്ലോ. വാ നമുക്കേ ഇനി ഒരു തൊഴുത്ത് കാണാം. കേറിക്കോ.
വാ, ഞാൻ സാറിനൊരു കഥ പറഞ്ഞുതരാം. സാറിന് ഇഷ്ടപ്പെട്ട കഥയാണ്. എനിക്ക് 9 വയസ്സുള്ളപ്പോഴുള്ള കഥയാണ്. അന്നെനിക്കെല്ലാം പേടിയായിരുന്നു. ഇരുട്ടിനെയും വേദനയും, ആരെങ്കിലും ഉച്ചത്തിൽ ബഹളം ഉണ്ടാക്കിയാലും ഒക്കെ പേടിയായിരുന്നു. പക്ഷെ എൻ്റെ ഒരു സൂത്രം ഉണ്ടായിരുന്നു. ഇതേ വേദന വരുമ്പോ, പേടിയാവുമ്പോ ഒറ്റക്കടി. എനിക്ക് പറഞ്ഞെന്നാരാന്നറിയോ? ശ്രേയ. ഞങ്ങള് ഉത്തരക്കടലാസ് കിട്ടുന്ന ദിവസേ 50-ല് 35 മാർക്ക് വേണം. ഇല്ലെങ്കിൽ 1 മാർക്കിന് ഒരടിന്നാ കണക്ക്. അങ്ങനെ പേടിച്ച് വെക്കുമ്പോ അവള് പറഞ്ഞതാ, വേദിക്കില്ല. എന്നാലും ഞാനത് കളഞ്ഞില്ല. ഞാനത് കൂടെ കൂട്ടി. എല്ലായിടത്തേക്ക് പോകുമ്പോഴും, കളിക്കുമ്പോഴും, ഉറങ്ങുമ്പോഴും, ശ്രേയയുടെ വീട്ടിൽ പോകുമ്പോഴും, ശ്രേയയുടെ വീട്ടിൽ നല്ല രസാ. ശ്രേയയുടെ വീട്ടില് അവളുടെ അച്ഛനും ഉണ്ട്, അമ്മയും ഉണ്ട്. അവളുടെ അച്ഛൻ എന്നെ ഭയങ്കര കാര്യ. എന്റെ കൂടെ കളിക്കും, എനിക്ക് സാധനങ്ങൾ വാങ്ങിത്തരും. എന്റെ സ്കൂളിലൊക്കെ വന്നിട്ടുണ്ട്. എന്റെ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ എന്റെ കാര്യങ്ങൾ നോക്കാൻ. പക്ഷെ അവളുടെ അമ്മയുണ്ടല്ലോ, അവരുടെ വീട്ടില് 1ാമത്തെ നിലയില് ഇങ്ങനെ ഒരു ജനാലയുണ്ട്. അതിൽ കൂടെ ഇങ്ങനെ നോക്കിയിരിക്കും. ഇവർക്ക് അതിൽ കൂടെ നോക്കി എല്ലാം കാണാം. ഞങ്ങൾ കളിക്കണതും, ശ്രേയ കടയിൽ പോണതും, ചാണകപ്പൊരയും എല്ലാം കാണാം. ശരിയാണ് ഇവിടെ. അതുമായിട്ട് ചാണകപ്പൊര ഭയങ്കര രസാണ്. വലുത് കുറേ ചാണകവും, ഇങ്ങനെ പൂപ്പല് പിടിച്ച ചാണകത്തിന്റെ മണവും, ഈച്ചയും പുഴുക്കളും, ചാണകമൊക്കെ ഇങ്ങനെ ചവിട്ടിയിട്ട് വേണം നടക്കാൻ. നേരത്തൊക്കെ ഇങ്ങനെ ചാണകം നല്ല രസം. അവിടേക്കാ അയാളെന്നെ കളിക്കാൻ കൊണ്ടുപോയി. അവിടെ ഒരു മഞ്ഞ ബൾബുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ നോക്കിയ മണ്ണിലേക്കൊക്കെ ചാണകത്തിന്റെ നിറം. എന്നിട്ട് അയാള് മണ്ണിലേക്ക് എടുക്കി തിന്നാൻ തരും. സ്വാദാ.
പിന്നെ അവിടെ ഒരു ഫാൻ ഉണ്ട്. പിന്നെ അയാൾ അതിന്റെ മേലെ കയറ്റി ഇരുത്തും. എന്നിട്ട് അയാൾ ആ ഫാൻ കറക്കും. നല്ല കളിയാ. ശരിക്കും വേദനിക്കും. എനിക്കിപ്പോഴും വേദനയാ. എന്താ കഥ? ഇഷ്ടായോ സാറേ? ഇഷ്ടായോ? സമയം ശരിയല്ല കേട്ടോ. സമയം ശരിയല്ലാന്ന്. കഴിഞ്ഞ പെരുങ്കളിയാട്ടം വരെ തെയ്യക്കോലം കെട്ടിയത് ഞങ്ങളാ. ഞങ്ങൾക്കത് വിശ്വാസം മാത്രമായിരുന്നില്ല കേട്ടോ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം കൂടിയായിരുന്നു. പക്ഷെ അവർക്കുണ്ടല്ലോ, അവർക്ക് കച്ചവടമായിരുന്നു അത്. മഹാമാരിക്കാലത്ത് പെരുങ്കളിയാട്ടം നടത്താൻ പറ്റില്ല എന്നായിരുന്നല്ലോ അവരുടെ പ്രശ്നം. പെരുങ്കളിയാട്ടം മുടക്കിയത് ഞങ്ങളാണ്. നാട് മുഴുവൻ അവർ പ്രചരിപ്പിച്ചു. ഒരു ദിവസേ രാത്രി വലിയൊരു തീഗോളാണ്. ബോംബ് പൊട്ടണ ശബ്ദത്തിലാണ് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വന്ന് വീണത്. അറിയോ? അമ്മയുടെ കഥ നിങ്ങൾക്ക് അറിയണതല്ലേ. അമ്മേനെ പൊന്നുപോലെ പരിപാലിച്ച എൻ്റെ അമ്മേനെ അവര് കൊന്നു. ഭ്രഷ്ടരാക്കിയവര് തന്നെ എൻ്റെ അമ്മേനെ കൊന്നു. ഏറ്റവും വലിയ വേദന എന്താണെന്നറിയോ നിങ്ങൾക്ക്? അറിയോ? പ്രസവ വേദന കേട്ടോ. 96 വ്യാധികൾക്ക് 105 ഔഷധമായിട്ട് ധന്വന്തരിയായിട്ട് പരിപാലിക്കണ അമ്മേനെ അമ്മോട് വേണ്ടാട്ടാ നിങ്ങളുടെ കളി. മനസ്സിലായോ? ഏറ്റവും വലിയ രസേ കാമരസ. ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? കാമരസം. ഏറ്റവും വലിയ വേദന പ്രസവ വേദന കേട്ടോ. ഓർമ്മയുണ്ടായിക്കോട്ടെ. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായോ?
നമ്മളെ വല്ലാതെ അങ്ങ് വിഷമിപ്പിക്കും. വാ, ഇനി നമുക്കേ ഒരു കഥ കേൾക്കാം. ജഗ്ഗുവിൻ്റെയും ബുൾബുളിൻ്റെയും കഥ. ചെറിയ കുട്ടിയാ, വേദനിപ്പിക്കരുത് കേട്ടോ. മുന്നൊരു പാറയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്റെ പേരെന്നറിയോ? ബുൾബുൾ. ഞാനവർക്ക് പാട്ട് പാടിക്കൊടുക്കും, ഡാൻസ് കളിച്ചു കൊടുക്കും, കഥ പറഞ്ഞു കൊടുക്കും. അവരെനിക്കും പാട്ട് പാടി തരുമല്ല. ഏതാണെന്നറിയോ? You are my honey bun, sugar plum, pumpy umpy umpy. You are my sweetie pie. You are my cupcake, come chop, snickapus, snickapus. You are the apple of my eye. ബുൾബുളിന് ആരൊക്കെ ഉണ്ടെന്ന് അറിയോ? അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഏട്ടനുണ്ട്, കുറേ ബന്ധുക്കളൊക്കെ ഉണ്ട്. ബുൾബുള് വെക്കേഷൻ ആവുമ്പോ ആന്റിയുടെ വീട്ടിൽ പോകും. അവിടെ കുറേ ഏട്ടന്മാരൊക്കെ ഉണ്ടല്ലോ ബുൾബുളിന്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏട്ടനാണെന്നറിയാം, ജഗ്ഗു. ജഗ്ഗുവിനും ഭയങ്കര ഇഷ്ടമാണ് ബുൾബുളിനെ. പക്ഷെ ഏട്ടന്മാരൊന്നും ബുൾബുളിനെ കളിക്കാൻ കൂട്ടില്ല. കുഞ്ഞിക്കുട്ടിയാന്ന് പറയും. ജഗ്ഗു മാത്രമേ കളിക്കാൻ പറ്റും. ഏട്ടന്മാരൊക്കെ കളിക്കുന്നത് ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെയാ. അതൊന്നും ബുൾബുളിന് അറിയില്ല. എന്നിട്ട് ഏട്ടന്മാര് പന്തെടുത്തോണ്ട് നോക്കും. എങ്ങനെ എന്നിട്ട് പന്തിങ്ങനെ എടുത്ത് എപ്പോഴും കൊടുക്കും, എറിഞ്ഞു കൊടുക്കും, എപ്പോഴും എടുത്തു കൊടുക്കും. എന്നിട്ട് ഇവിടെ കാല് വേദനിക്കും. ഇവിടെ കുഞ്ഞല്ലേ. അപ്പൊ ചെക്ക് പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോവാന്ന്. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു ഒരു സൂത്രം കാണിച്ചു തരാന്ന്.
വേദനയാ. നല്ല വേദനയാ. വേദന മാറിയില്ല. നല്ല വേദനയാ. എനിക്ക് വേണ്ട, എനിക്ക് വേറെ പായനത്താ, വേറെ പായന. ഏയ് മോളെ, ഞാൻ പറഞ്ഞില്ല ആളുകൾ വരുമ്പോ ഇങ്ങനെ ആവരുതെന്ന്. അവിടെ പോയിരുന്നേ, അവിടെ ഇരിക്കേ. ഈ കുട്ടിയുടെ ഒരു കാര്യം നാളെ കലാസന്ധ്യയിൽ കഥകളിയുമായി നമുക്ക് വീണ്ടും കാണാം.